അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി എടുക്കാം. ഇനി ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇടാം. എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഫ്ലേവറിന് വേണ്ടി ജീരകം കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ജീരകം കൂടി ഇടാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലേക്ക് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റായി കിട്ടാനും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഞാൻ എടുക്കുന്നുണ്ട് എല്ലാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലിട്ട് തന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വലിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാൻ എല്ലാം ഇതിനകത്തൊക്കെ ഒരുമിച്ച് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കാം. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും മൈദയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും, എന്നാൽ സോഫ്റ്റ്നെസ്സും കിട്ടും. മൈദ ഇടുന്നതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിനകത്തേക്ക് മധുരമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. കുറച്ച് എരിവുള്ള ഒരു പലഹാരം ഇത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വിഭവമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.